ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, സങ്കീർത്തന മാതിരിയുടെ 92ാമത്തെ എപ്പിസോഡിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സങ്കീർത്തനങ്ങൾ സത്കീർത്തനങ്ങളാണ്. ഉത്തമ ഭക്തരുടെ ജീവിതവും സാക്ഷ്യവും ദർശനവും അനുഭവങ്ങളുമൊക്കെ ലളിത വാക്കുകളിലൂടെ, വാചകങ്ങളിലൂടെ ഇവിടെ വരച്ചിട്ടിട്ടുണ്ട്. ആ ദർശനവും സാക്ഷ്യവുമൊക്കെ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആമുഖമായി ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. 25ാം സങ്കീർത്തനം 5ാം വാക്യം വരെയുള്ള സങ്കീർത്തന ഭാഗങ്ങളിലൂടെ 92 എപ്പിസോഡുകൾ ദൈവനാമത്തിൽ നമ്മൾ സമർപ്പിച്ചു. ഇത് അനേകർക്ക് പ്രയോജനവും അനുഗ്രഹവുമായി തീരുന്നുവെന്നുള്ളത് അങ്ങനെ അറിയുന്നത് സന്തോഷകരമായ വസ്തുതയാണ്. 25ാം സങ്കീർത്തനം 6, 7, 8 വാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. യഹോവേ, നിന്റെ കരുണയും ദയവും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. യഹോവേ, നിന്റെ കരുണയും ദയവും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിന്റെ കൃപപ്രകാരം നിന്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. യഹോവ നല്ലവനും നേരുള്ളവനുമാകുന്നു, അതുകൊണ്ട് അവൻ പാപികളെ നേർവഴി കാണിക്കുന്നു. യഹോവേ, നിന്റെ കരുണയും ദയയും ഓർക്കണമേ, അവ പണ്ടേ ഉള്ളവയല്ലോ. പണ്ടേയുള്ള ദൈവത്തിൻ്റെ കരുണയും ദയയും അവയെ ഓർക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ കാലത്തിനും ദേശത്തിനും അപ്പുറത്തുള്ള ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുകയാണ്. ദൈവം കരുണാസമ്പന്നനാണ്, കരുണാമൂർത്തിയാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, ഇത് പണ്ടേ ഉള്ളവയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർത്തോണം, ഇത് നമ്മൾ പറയുന്ന ചില സാക്ഷ്യങ്ങൾ മാത്രമല്ല. പുരാതന കാലഘട്ടത്തിലുണ്ടായിരുന്നവർ, ആദാമിൻ്റെ കാലം തൊട്ട് ഈ ലോകത്തിൽ ജീവിച്ചവർ സാക്ഷിച്ചിട്ടുള്ളൊരു സാക്ഷ്യമാണ്. ലോകത്തിൽ പരിഷ്കാരങ്ങളും പുരോഗതികളുമൊക്കെ വന്നിട്ടുണ്ട്. ചിലതിനൊക്കെ മാറ്റങ്ങൾ വന്നു, പക്ഷേ ചിലതൊക്കെ മാറ്റപ്പെടുത്താത്ത ചില യാഥാർത്ഥ്യങ്ങളാണ്. അതെന്താണെന്നറിയാമോ? കാരണം ദൈവത്തിൻ്റെ കരുണയും ദയയും അത് അന്നും ഇന്നും ഒരുപോലെയുണ്ട്. അവൻ കരുണ നിറഞ്ഞ കണ്ണുള്ളവനാണ്. അവൻ്റെ ദയ അപ്രമേയമാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ദയ ലഭിച്ചോർ നാം സ്തുതിച്ചിടുവോ, അതിന് യോഗ്യൻ ക്രിസ്തുവത്രേ. നമ്മൾ ദയ ലഭിച്ചവരാണ്, അതുകൊണ്ട് സ്തുതിക്കണം. ആ സ്തുതി അർപ്പിക്കുവാൻ യോഗ്യൻ ക്രിസ്തുവാണ്. അപ്പോൾ കരുണയും ദയയും പണ്ടേ ഉള്ളതാണെന്ന് പറയുമ്പോൾ, ദൈവത്തിൻ്റെ കരുണയും ദയയും പണ്ടേ ഉള്ളവയാണെന്ന് പറഞ്ഞപ്പോൾ, പഠിപ്പിച്ചപ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കണം. അതിങ്ങനെ ഘട്ടം ഘട്ടമായി ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ കരുണയും ദയവും. അതിനൊരു മാറ്റമില്ല, അതിന് പരിഷ്കാരം സംഭവിക്കുന്നില്ല. നമ്മൾ പറയത്തില്ലേ, ചിലതൊക്കെ ഒരു റീമോഡലിങ്ങിന് വിധേയമായിട്ടുണ്ട്. ചില സംഗതികളൊക്കെ ലോകത്തിൽ കണ്ടുപിടുത്തങ്ങൾ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പണ്ടേ ഉണ്ടായിട്ടും അത് ഇപ്പോഴും ഉണ്ടായി, ഇനിയും ഉള്ള ലോകത്തിലേക്ക് അതിങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹൃദയംഗമായ ദൈവത്തെ നമ്മൾക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പണ്ടേ ഉള്ള ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ നടത്തിപ്പ്, അതിൻ്റെ ആഴവും പരപ്പും എത്രമാത്രമുള്ളതാണ്. അതൊക്കെ നമ്മൾ ഹൃദയംഗമായിട്ട് ചിന്തിക്കേണ്ടതാണ്. വാക്കുകൾക്കപ്പുറമായി, ചിന്തകൾക്കപ്പുറമായി വിശകലനം ചെയ്യേണ്ടതാണ്. പണ്ടേയുള്ള ദൈവത്തിൻ്റെ കരുണയും കൃപയും കുറിച്ച് പറയുമ്പോൾ മറ്റു ചില കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. എൻ്റെ ദൈവത്തിൻ്റെ കരുണ പണ്ടേ ഉള്ളവയാണെന്ന് പറയുമ്പോൾ അതിനൊരു ആൻറ്റിക്വിറ്റി, ഒരു പൗരാണികതയുണ്ട്, അതിനൊരു വിശ്വസനീയതയുണ്ട്, ഒരു സ്ഥിരതയുണ്ട്. അതിനി പുതിയതായിട്ടൊന്നും ആരോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോക സൃഷ്ടിക്ക് മുൻപുള്ള ആ കരുണയുടെയും ദൈവത്തിൻ്റെയും ചരിത്രമാണ് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലുമുള്ളത്. ദൈവത്തിൻ്റെ കരുണ പണ്ടേ ഉള്ളവയാണെന്ന് പറയുമ്പോൾ അതിനെ നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തണം. നമ്മുടെയൊക്കെ ഈ കരുണയും ദൈവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ളതാണ്. നമ്മൾ ഈ കരുണയും ദൈവമൊക്കെ ആരോടാണ് കാണിക്കുന്നതെന്ന് ഓർത്തോണം. ദൈവത്തിൻ്റെ കരുണയും ദൈവവും അത് തള്ളപ്പെട്ട മാലാഖയോട് തുടങ്ങി, വീണുപോയവരോട് തുടങ്ങി, പതിതന്മാരോട് തുടങ്ങി എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാവരോടുമുള്ളതാണ് ദൈവത്തിൻ്റെ കരുണയും ദൈവവും. പക്ഷേ നമ്മുടെ ലോകത്തിൻ്റെ കരുണയും ദൈവവും എന്ന് വെച്ചാൽ എങ്ങനെയാണെന്നറിയാമോ? ചിലപ്പോൾ നമ്മൾ കരുണയും ദൈവവും കാണിക്കുന്നത് നമ്മളുടെ തലമുറയോടായിരിക്കും, മക്കളോട്, നമ്മളത്ര സ്നേഹിക്കുന്നവരോട്.
നമ്മളെ സ്നേഹിക്കുന്നവരോട്, അതായത് യാതൊരു വ്യവസ്ഥകളുമില്ലാതെ സ്നേഹിക്കുന്ന ആ സ്നേഹത്തെയാണ് യഥാർത്ഥ കരുണയും ദൈവമെന്ന് നമ്മൾ പറയേണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത്, ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കുന്നതിനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം, അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും നാഥേനു നന്ദി. കരുണയും ദയവും ഏതെങ്കിലും ആളുകൾക്കോ കുറച്ചു പേർക്കോ പ്രത്യേക കാലഘട്ടത്തിലേക്കോ മാത്രമായി നമ്മൾ മാറ്റിവെക്കരുത്. അത് കാലത്തിനപ്പുറമായി, ദേശങ്ങൾക്കപ്പുറമായി, ജാതിക്കും മതത്തിനും വർഗത്തിനും അപ്പുറമായി ചൊരിഞ്ഞു കൊടുക്കുവാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ദൈവം എന്നോടും നിങ്ങളോടും ചോദിക്കുന്നത്, നിങ്ങൾ എത്ര ക്രിസ്ത്യാനിക്ക് കരുണ കാണിച്ചെന്നോ എത്ര ഹിന്ദുവിനും മുസ്ലിമിനും കരുണ കാണിച്ചെന്നോ അല്ല, മറിച്ച് നിൻ്റെ സഹോദരന് നീ എത്രമാത്രം കരുണ കാണിച്ചു. നിൻ്റെ സഹോദരനോട് നീ ഹൃദയപൂർവ്വം ക്ഷമിക്കാഞ്ഞാൽ, കരുണ കാണിക്കാതിരുന്നാൽ നിനക്ക് കരുണ കിട്ടത്തില്ല. കരുണ കൂടാതെയുള്ള ന്യായവിധി ഉണ്ടാകും. ഇതെല്ലാവർക്കും ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വിശപ്പ് എല്ലാവരുമുള്ള വികാരമാണ്. ദാഹം എല്ലാവരിലുമുള്ള ഭാവമാണ്. ആഗ്രഹങ്ങളും മോഹങ്ങളും എല്ലാവരിലുമുണ്ട്. ചോരയും നീരും എല്ലാവർക്കുമുണ്ട്. എല്ലാവരും അവനവൻ്റെ കുടുംബം പുലർത്തപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഇന്നത്തെ ആധുനിക സംവിധാനങ്ങൾ രൂപപ്പെടുത്തിയ പ്രക്രിയകളും ചട്ടസംഹിതകളുമെന്ന് പറയുന്നത്, നീ എന്തിനു മറ്റുള്ളവരുടെ കാര്യം അന്വേഷിക്കുന്നു? നീ നിൻ്റെ കാര്യം മാത്രം അന്വേഷിക്കുക. നീ നിൻ്റെ വർഗത്തോട് മാത്രം കരുണ കാണിക്കുക. നിൻ്റെ നോട്ടത്തിൽ രക്ഷിക്കപ്പെട്ടുവെന്ന് കരുതുന്നവരോട് മാത്രമേ നീ കരുണ കാണിക്കാവൂ എന്ന് പഠിപ്പിക്കുന്ന ഒരു വെറുതെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രിയമുള്ളവരെ, കരുണയും ദൈവം കാണിക്കുന്നത് അർഹതയുള്ളവരോട് മാത്രമല്ല, അനർഹരോടും ഇതൊക്കെ കാണിച്ചിരിക്കണം. അബ്രഹാമിൻ്റെ ജീവിതകഥയിൽ ഒരു പാരമ്പര്യ കഥയുണ്ട്. അത് ഹീബ്രു അറബിക് ട്രഡീഷനുകളിലെല്ലാം അതുണ്ട്. ജൂയിഷ് അറബിക് ട്രഡീഷനുകളിലെല്ലാം അതുണ്ട്. അതിലൊരു കഥ ഇപ്രകാരമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകളുണ്ട്. അദ്ദേഹം വിശ്വാസികളുടെ പിതാവാണ്. അപ്പം വഴിയാത്രക്കാരായി എത്ര താമസിച്ചു വന്നാലും തൻ്റെ പ്രതിസന്ധിയിലും പ്രതികൂലതയിലും അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് മാത്രമേ അബ്രഹാം ഭക്ഷണം കഴിക്കത്തുള്ളൂ. ഒരിക്കൽ അബ്രഹാം അദ്ദേഹത്തിൻ്റെ കൂടാരത്തിലായിരുന്നപ്പോൾ എല്ലാവർക്കും കൊടുത്തു. അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് ഒരു സാധു മനുഷ്യൻ കടന്നു വന്നത്. അപ്പോൾ ആ മനുഷ്യൻ പട്ടിണിയാണ്, പ്രയാസമുണ്ട്. അവന് കുളിക്കുവാനും വൃത്തിയാകുവാനുമുള്ള സാഹചര്യങ്ങളൊക്കെ അബ്രഹാം ഒരുക്കി. അവൻ ഭക്ഷണത്തിനിരുന്നപ്പോൾ അബ്രഹാമിൻ്റെ രീതിയുണ്ട്, ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കത്തുള്ളൂ. നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുത്തിട്ട് ഭക്ഷണം കഴിക്കാം. എന്നാൽ അത് കേട്ട ആ മനുഷ്യനാകട്ടെ, ഞാൻ ഇന്നുവരെയും പ്രാർത്ഥിച്ചിട്ടില്ല, പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, ദൈവമുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല, ദൈവമുണ്ടെങ്കിൽ എന്നെ ഇങ്ങനെ ഒരു യാചകനായിട്ട് വിട്ടിരിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങനെ ആ മനുഷ്യൻ അവൻ്റെ അഭിപ്രായം പറഞ്ഞു. ദൈവമുണ്ടോ എന്ന് പോലും എനിക്കറിയത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ള ആ മനുഷ്യൻ്റെ വാക്ക് കേട്ട് കോപിഷ്ഠനായ അബ്രഹാം ആ മനുഷ്യനെ ദേഷ്യത്തോടെ ഇറക്കി വിടുകയാണ്. പിടിച്ചിറക്കി വിട്ടു. ഭക്ഷണം കഴിക്കാൻ പോലും സമ്മതിച്ചില്ല. ദൈവമില്ലാത്തവനാണോ, ഇത്ര സ്നേഹമൂർത്തിയായ ദൈവമില്ലാത്തവനെയാണോ ഞാൻ ഭക്ഷണം ഊട്ടുന്നതെന്നുള്ളതായിരുന്നു അബ്രഹാമിൻ്റെ ചോദ്യം. എന്നാൽ ആ മനുഷ്യൻ പോയി കഴിഞ്ഞു. അബ്രഹാം പ്രാർത്ഥനയിൽ മുഴുകി. പെട്ടെന്നൊരു സ്വരം കേട്ടു, അബ്രഹാമേ, അബ്രഹാമേ, നീ ആ മനുഷ്യനെ എന്തിന് ഇറക്കി വിട്ടു? ഇത്രയും നാൾ നാഴികയ്ക്ക് 40 വട്ടം ഞാനില്ല എന്ന് പറഞ്ഞിട്ടും ഇന്നയോളം ആ മനുഷ്യനെ ഞാൻ ഭക്ഷണം കൊടുക്കാതെ വിട്ടിട്ടില്ല. എന്നാൽ അങ്ങനെയുള്ള ഒരുവന് ഒരു നേരം ഭക്ഷണം കൊടുക്കുവാൻ പോലും നിനക്ക് സാധിച്ചില്ലയോ? അബ്രഹാം ദൈവസന്നിധിയിൽ മാപ്പ് പറഞ്ഞ ആ മനുഷ്യനെ കണ്ടെത്തി അവനെ വിളിച്ചുകൊണ്ടുവന്ന് അവന് ഭക്ഷണം കൊടുത്തു എന്നാണ് ആ പാരമ്പര്യ കഥയിലുള്ളത്. ജൂയിഷ് അറബി ട്രഡീഷനുകളിലൊക്കെ ഈ കഥയുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവത്തിൻ്റെ കരുണ പണ്ടേ ഉള്ളതാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് സ്ഥിരതയുള്ളതാണ്, പെട്ടെന്ന് രൂപപ്പെട്ടതല്ല. രണ്ടാമത് വീണ്ടും ഓർത്തോണം,
പണ്ടേ ഇല്ലാത്ത ചില കരുണയും ദൈവത്തിൻ്റേതുമായിട്ടുള്ള ചില അനുഭവങ്ങൾ ചിലപ്പോഴൊക്കെ ഉയർന്നു വരും. അത് പണ്ടില്ല, അതിന് പഴക്കമില്ല, പെട്ടെന്ന് രൂപപ്പെടുത്തുന്നതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കണ്ടുകൊണ്ട് രൂപപ്പെടുത്തുന്ന ചില കരുണയും ദൈവമൊക്കെ ഇന്ന് മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള കരുണയുടെയും ദൈവത്തിൻ്റെയും പ്രത്യേകത എന്താണെന്നറിയാമോ? അതിനൊരു സ്ഥിരതയില്ല. അത് ആരെയൊക്കെയോ കാണിക്കാൻ വേണ്ടിയാണ്, നിലനിൽപ്പിന് വേണ്ടിയുള്ളതാണ്, സ്വന്തം ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ്, ഒരു സെൽഫ് ബോസ്റ്റിങ്ങിന് വേണ്ടിയുള്ളതാണ്. അതൊരു പ്രിട്ടൻഷനാണ്. അതായത് ഒരു നാട്യമാണത്. നാട്യമെന്ന് വെച്ചാൽ കരുണയുണ്ട്, ദൈവമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി. അതിന് പുരാതനത്വമില്ല. പുരാതനത്വമുള്ള ദൈവകരുണയെന്ന് പറയുന്നത് അനുസ്യൂതം ഒഴുകുന്നതാണ്. പുരാതനത്വമുള്ള ദൈവമെന്ന് പറയുന്നത് അനുസ്യൂതം ഒഴുകുന്നതാണ്. ഇത് അതിൽ നിന്നൊക്കെ ചാലുമാറി വേറെ രീതിയിൽ മനുഷ്യൻ രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്ന ചില കരുണയുടെ ചില വ്യാഖ്യാനങ്ങൾ ഇന്ന് പലരും പല സംഘടനകൾ നടത്തുന്നുണ്ട്, ചാരിറ്റി സംഘടനകൾ നടത്തുന്നുണ്ട്. സ്വന്തം പേരിന് വേണ്ടി, സ്വന്തം പേരുയർത്തുവാൻ വേണ്ടി സ്വന്തമായി ഒന്നും ചെലവഴിക്കാതെ വല്ലവരുടെ കയ്യിൽ നിന്നും വാങ്ങി പേരെടുക്കുന്ന ചില പരാന്നഭോജികളുണ്ട്. ഈ പരാന്നഭോജികളുടെ കരുണയും ദൈവം ദൈവത്തിൻ്റെ കരുണയും ദൈവമല്ല. ദൈവത്തിൻ്റെ കരുണയും ദൈവം വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈ അറിയരുതെന്നുള്ളതാണ്, അല്ല ഇടങ്കൈ കൊടുക്കുന്നത് വലങ്കൈ അറിയരുതെന്നുള്ളതാണ്. എന്നാൽ വലങ്കൈ കൊടുക്കുന്നത് ഇടങ്കൈയും അറിയണം, കൈയും അറിയണം, കാലും അറിയണം, ലോകത്തിൽ ആരൊക്കെയുണ്ടോ അവരെല്ലാം അറിയണം എന്ന് പഠിപ്പിക്കുന്ന, എന്ന് ചിന്തിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. അവരെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. എന്നാൽ ആരും അറിയാതെ ഇതൊക്കെ ചെയ്യുന്ന ചില ഒരുപാട് മനുഷ്യരുണ്ട്. അവർ പേരും പെരുമയൊന്നും എടുക്കത്തില്ല. അവർക്ക് പ്രശസ്തി വേണ്ട, അവർക്ക് പബ്ലിസിറ്റി വേണ്ട, പത്രത്തിൽ വാർത്ത ഇടണ്ട, മറ്റ് പദവികളൊന്നും കിട്ടണ്ട. അങ്ങനെയുള്ളവരാണ് പ്രിയമുള്ളവരെ യഥാർത്ഥ ദൈവത്തിൻ്റെ കരുണയും ദൈവവും, പുരാതനത്വമുള്ള ദൈവത്തിൻ്റെ കരുണയും ദൈവവും അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവർ. ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ പ്രിയമുള്ളവരെ, എൻ്റെ ദൈവം എന്നോട് എന്ത് കരുണ കാണിച്ചു? നമ്മളോട് എത്ര ദയവ് കാണിച്ചു? ദൈവം ഇതാരോടെങ്കിലും വിളിച്ചു പറയുന്നുണ്ടോ? ദൂതന്മാരെ വിട്ട് ഘോഷിക്കുന്നുണ്ടോ? അവന് ഞാൻ ഇന്നത് കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു എന്ന് പറയുന്നുണ്ടോ? മനുഷ്യാവതാരം ചെയ്ത എൻ്റെ കർത്താവ് പലർക്കും സൗഖ്യം കൊടുത്തു കഴിഞ്ഞപ്പോൾ നീ ഇതാരോടും പറയരുത്, ഇതാരോടും പറയരുത് എന്നല്ലേ പറഞ്ഞത്? ആ ദൈവത്തിൻ്റെ കരുണയുടെ ആഴം, ദൈവത്തിൻ്റെ ആഴം എത്ര വലുതാണ്! ഇന്നോർത്തോണം പലരും രക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ രക്ഷിച്ച് ശിക്ഷിക്കുന്ന ഒരു തലത്തിലായിരുന്നു നമ്മൾ ജീവിക്കുന്നത്. ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ജീവൻ നൽകുന്നവരാണെന്ന് പറഞ്ഞുകൊണ്ട്, ജീവൻ എടുക്കുന്നവരുടെ ചില അനുഭവത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പലരും പറഞ്ഞു കേട്ടു നിങ്ങൾ, എത്രയോ പേരെ ധാർമ്മികമായി മാനസികമായി തകർത്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരുടെ കരുണ ലോകത്തിന് ആവശ്യമില്ല, അങ്ങനെയുള്ളവരുടെ ദൈവം ആവശ്യമില്ല. ഇതൊരു ടെമ്പറൽ ഫീലിങ്സ് മാത്രമേ ഉള്ളൂ. നമുക്ക് ചില സമയത്തൊക്കെ തോന്നും, ചിലപ്പോൾ തോന്നും, പേടി വരുമ്പോൾ തോന്നും, എന്നാൽ എല്ലാവർക്കും എല്ലാം എടുത്തു കൊടുത്തേക്കാം, എനിക്കിനി അധികം നാൾ ജീവിക്കാനില്ല, അതുകൊണ്ട് ഞാനെല്ലാം എടുത്തു കൊടുത്തേക്കാം. അങ്ങനെ എല്ലാം കൂട്ടിവെച്ചൊരു പ്രത്യേക സമയത്ത് ചില പ്രത്യേകമായ അനുഭവങ്ങളോ ദൈവമോ ചെയ്യുന്നതോ അല്ല യഥാർത്ഥമായ പൗരാണികമായ ദൈവത്തിൻ്റെ കരുണ, പുരാതനത്വമുള്ള ദൈവത്തിൻ്റെ കരുണ. പുരാതനനായ ദൈവം നിൻ്റെ സങ്കേതം, കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. ദൈവത്തിൻ്റെ കരുണയും ദൈവവും പുണ്യപുരാതനമാണ്. ദൈവത്തിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത് പുരാതനനെന്നുള്ള അസ്തിത്വം ദൈവത്തിനുണ്ട്. കീഴെ ശാശ്വത ഭുജങ്ങളുണ്ട്. അണ്ടർനീത്ത് ദി മൈറ്റി ആംസ്, ആ ദൈവത്തിൻ്റെ കരങ്ങളുടെ കീഴിലാണ് നിങ്ങൾ ഞാനുമൊക്കെ ആയിരിക്കുന്നത്. വീണ്ടും ഓർത്തോണം, എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. 7-ാമത്തെ വാക്യത്തിൽ വേറൊരു തലത്തിലേക്ക് സങ്കീർത്തനക്കാരൻ പ്രവേശിക്കുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഓരോ ഘട്ടങ്ങളിൽ കടക്കുമ്പോൾ, യാത്ര പോകുമ്പോൾ, ഇതൊരു തീർത്ഥയാത്രയാണ്. യഥാർത്ഥത്തിൽ ഒരു തീർത്ഥയാത്രകരെ പോലെ പാടേണ്ടത് ആ സങ്കീർത്തനത്തിലെ ഓരോ വാക്യങ്ങളും. അതുകൊണ്ട് തന്നെ ചില സങ്കീർത്തനങ്ങൾ പരിപൂർണമായ തീർത്ഥയാത്രാ ഗാനങ്ങൾ തന്നെയാണ്, യാത്രാഗീതങ്ങൾ തന്നെ, ഗീതകങ്ങൾ തന്നെയാണ്. ഇതും ഓർത്തോണം. ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമ്മൾ പഠിച്ചു മുൻപോട്ട് പോകുകയാണ്. ഓരോ ഘട്ടം കഴിയുമ്പോൾ അവിടെ കൊണ്ട് തീരുന്നില്ല. ദൈവവചനത്തിൻ്റെ ശക്തി, സിദ്ധി എന്ന് പറയുന്നത് അതാ, തീരത്തില്ല. അത് പിന്നെ മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മൾ പറയത്തില്ല, ഒരിടത്തെത്തുമ്പോൾ അവിടെ നിൽക്കുക എന്നുള്ളതല്ല, അവിടെ തൊട്ടൊരു പുതിയ തുടക്കം ആരംഭിക്കുക. എന്നിട്ട് പറയുകയാണ്, ഓരോ കാര്യങ്ങളും പറഞ്ഞു, എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും ലംഘനങ്ങളെയും ഓർക്കരുതേ. അതൊരാഴമേറിയ വാചകമാണ് കേട്ടോ, നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. എൻ്റെ ദൈവമേ, എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും
ലംഘനങ്ങളെയും ഓർക്കരുതേ. ഭക്തനൊരു യുവാവിൻ്റെ തലത്തിലേക്ക് എത്തുകയാണ്. ഭക്തനിപ്പോൾ പ്രായമൊക്കെ ആയി, ഇപ്പം നന്നായിട്ടൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ടും ഒരു മനസ്സിലൊരു സ്വന്തമായി തന്നെ ഒരു വലിയ പശ്ചാത്താപം തോന്നുന്നു. അയ്യോ, യൗവനത്തിൽ ഞാൻ എന്തൊക്കെ പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സഭാപ്രസംഗയിൽ പറയുന്നത്, യൗവനക്കാരാ, നിൻ്റെ യൗവനകാലത്ത് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പിൽക്കാലത്ത് ദുരിതങ്ങളും ദോഷങ്ങളും ഒക്കെ വരും. അതിനെയൊക്കെ അതിജീവിക്കാൻ നിനക്ക് നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുന്നത് നല്ലതാണ്. എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. യഹോവേ, നിൻ്റെ കൃപപ്രകാരം നിൻ്റെ ദയനിമിത്തം എന്നെ ഓർക്കണമേ. ആ പ്രാർത്ഥനാ മനുഷ്യർ എത്രമാത്രം ഹൃദയത്തോടാണ് പറയുന്നത്. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തെ ഒന്ന് മനനം ചെയ്തു നോക്കി, യൗവനകാലത്തിലേക്ക് നോക്കി. പ്രിയപ്പെട്ട യൗവനക്കാരായ യൗവനക്കാരി, യൗവനമൊരു വലിയ വനമാകട്ടോ. അത് പെട്ടെന്നൊന്നും കടക്കാൻ പറ്റത്തില്ല. യൗവനത്തിൽ മോഹനം കടന്നു വരും. പക്ഷേ സേവനമെന്ന് പറയുന്ന മറ്റൊരു വനം അവിടെ ആവശ്യമാണ്. യൗവനവും സേവനവും ഒരു തലത്തിൽ പോകണം. യൗവനകാലം നമ്മളെ എവിടേക്കൊക്കെ നയിച്ചിട്ടുണ്ട്? മോഹങ്ങളിലേക്ക്, വ്യർത്ഥമായ ഇച്ഛകളിലേക്ക്, ചിന്താധാരകളിലേക്കൊക്കെ നയിച്ചിട്ടുണ്ട്. ചിലർ പറയും, ഇപ്പം ചെറുപ്പമല്ല, ഇപ്പം അല്ലേ ആസ്വദിക്കേണ്ടത്, ജീവിതം ആസ്വദിക്കണമെന്ന് പറയും. ഒമർ ഖയ്യാമിനെ പോലെയുള്ളവരുടെ യൗവന വീക്ഷണങ്ങളും പിന്നീട് വന്നിട്ടുള്ള എസ്തെറ്റിക് തോട്ട്സുകളും ഒക്കെ പല തരത്തിലുണ്ട്. ജീവിതം ആസ്വദിക്കാൻ പറഞ്ഞിട്ടുള്ള പലരുമുണ്ട്, ഇവിടെ ആസ്വദിക്കാൻ നിർദ്ദേശിച്ചിട്ടുള്ള പലരുമുണ്ട്. എന്നാൽ ഇവിടെ ഒരാൾ പറയുന്നു, എൻ്റെ യൗവനത്തിലെ പാപങ്ങളെ ഓർക്കരുത്, ലംഘനങ്ങളെ ഓർക്കരുത്. പലരെയും ഇന്ന് ചുട്ട് നീറിക്കുന്നുണ്ട്. എങ്ങനെയാണ് നീറിക്കുന്നതെന്നറിയാമോ? പലരുടെയും മക്കൾ വളർന്നു വരുമ്പോൾ പലരുടെയും കയ്യിൽ നിന്ന് ചതിയും വഞ്ചനയും അനുഭവിക്കുന്നുണ്ട്, പ്രതിസന്ധികൾ അനുഭവിക്കുന്നുണ്ട്, തെറ്റായ പാതയിൽ പോകുന്നുണ്ട്. ചിലരൊക്കെ പറയാറുണ്ട്, റമ്പാച്ച, ഇതൊന്നും അത്ഭുതമല്ല, ഞാനിതിനെക്കുറിച്ച് ഓർത്ത് കരയുന്നില്ല. കാരണം ഒരു രീതിയിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ളത് ഇതിനേക്കാളൊക്കെ ഒരുപാടാണ്. എൻ്റെ കുഞ്ഞുങ്ങൾ അത്രയും ചെയ്യുന്നില്ല. തടവറകളിലും മറ്റും കഴിയുന്ന പലരെക്കുറിച്ച് കാണുമ്പോൾ ഇത് ഓർക്കും. നമ്മളുടെ യൗവനത്തിൻ്റെ തിളപ്പിൽ പലരെയും ചതിച്ചിട്ടുണ്ട്, വഞ്ചിച്ചിട്ടുണ്ട്, ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു കാലം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചടിക്കുമെന്നുള്ള ഒരു പേടി എപ്പോഴും വേണം. നമ്മുടെ യൗവനകാലത്തിൽ ആരെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ, പിടിച്ചു പറിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം നമ്മളെ പിന്തുടരുമെന്നുള്ളത് സത്യമാണ്. നമ്മുടെ യൗവനത്തിൽ മോഹത്തോടുകൂടി, വ്യർത്ഥമായ ആഗ്രഹത്തോടുകൂടി ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ചില അനുഭവങ്ങൾ നമുക്ക് തിരിച്ചടിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, യൗവനകാലത്ത് നാം ചെയ്ത ദോഷങ്ങൾ ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളെ പിടികൂടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. യെശയ്യാ പ്രവാചകൻ 32-33 അധ്യായങ്ങളിൽ പറയുന്നത്, സാഹസം പ്രവർത്തിക്കുന്നത് നിർത്തുന്നു, അപ്പോൾ നിന്നെ സാഹസം വേട്ടയാടാൻ തുടങ്ങും. ആഴത്തിൽ നമ്മൾ ചിന്തിക്കണം. അല്ലയോ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് ഈ സങ്കീർത്തന ഭാഗത്തെ അടിസ്ഥാനമാക്കി ഓർപ്പിക്കുവാനുള്ളത്, ദൈവം തന്നിരിക്കുന്ന യൗവനം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. അത് യൗവനം മോഹനമാണ്, സുന്ദരമാണ്, കാമ്യമാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ഹൗവായ്ക്ക് പറ്റിയതുപോലെ അത് കാണാൻ നല്ലത്, അതിന് രുചിയുള്ളതാണ്, അതിന് നല്ല സുഗന്ധമുണ്ട്. ആ ഒരു ചിന്താധാരയോടെ സാത്താൻ്റെ പ്രലോഭനത്തിൽ വഴങ്ങി ദൈവം തിന്നരുതെന്ന് പറഞ്ഞ ഫലം ഭക്ഷിച്ചതുപോലെ ചിലതങ്ങ് നഷ്ടപ്പെടുത്തുവാനിടയാകരുത്. നിങ്ങളെയൊക്കെ നയിക്കുന്ന മാതാപിതാക്കളുണ്ട്. കോളേജിലോ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ പ്രൊഫഷണൽ ആലയങ്ങളിലോ ഒക്കെ നിങ്ങൾ പഠിക്കുന്നവരായിരിക്കും. നിങ്ങളെ പഠിക്കുവാൻ കടപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ പഠിക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പിന്നാലെ പോകരുത്. മാതാപിതാക്കളെ വഞ്ചിക്കരുത്, ചതിക്കരുത്, സ്നേഹിതരെ വഞ്ചിക്കരുത്. അനർഹമായ സമയത്ത് അനർഹമായ സ്വാധീനങ്ങളിൽ വീണു പോകരുത്. പിന്നെ നിങ്ങളെ രക്ഷിച്ചെടുക്കാൻ ലോകത്തിലൊരു ശക്തിക്കും സാധിക്കാതെ പോകും.
നന്മ ചെയ്യുവാനും പ്രവർത്തിക്കുവാനുമുള്ള ശക്തിയുള്ള സമയത്ത് തിന്മയുടെ പിന്നാലെ, അശുദ്ധിയുടെ പിന്നാലെ പോയാൽ ആ ശക്തി നഷ്ടപ്പെട്ടു പോകും. ഭാരതീയ പശ്ചാത്തലത്തിൽ കുണ്ടലിനി പവർ എന്ന് പറയുന്നൊരു ശക്തിയുണ്ട്. കുണ്ടലിനി ശക്തി മനുഷ്യനിലൊക്കെയുള്ളൊരു ശക്തിയാണ്. അത് മനുഷ്യൻ്റെ ഓർമ്മയെ, ചിന്താധാരകളെയൊക്കെ പ്രോജ്വലിപ്പിക്കുന്നതാണ് ഈ കുണ്ടലിനി പവർ. എന്നാൽ അശുദ്ധിയിലേക്കും തിന്മയിലേക്കും വീണു പോയാൽ ഈ ശക്തി നമുക്ക് നഷ്ടപ്പെടും. ഓർമ്മശക്തി, വ്യവച്ഛേദിക്കുവാനുള്ള ശക്തി, സ്നേഹിക്കുവാനുള്ള കഴിവ്, കരുതുവാനുള്ള കഴിവ്, സഹായിക്കുവാനുള്ള കഴിവ്, പുതിയ ചിന്താധാരകളിലേക്ക് എത്തുവാനുള്ള കഴിവ്, ഇതൊക്കെ നഷ്ടപ്പെടും. നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾക്ക് എത്ര കഴിവുള്ളവരായിരുന്നെന്നറിയാമോ? ആടാനും പാടാനും കഴിവുണ്ടായിരുന്നു, എഴുതാനും പ്രസംഗിക്കാനും കഴിവുണ്ടായിരുന്നു, ചിത്രങ്ങൾ വരയ്ക്കുവാൻ കഴിവുണ്ടായിരുന്നു, അനേകം പ്രവർത്തികളിൽ ഓടി നടന്ന് ചെയ്യുന്നവരായിരുന്നു നമ്മളുടെ പല കുഞ്ഞുങ്ങളും. ഇന്ന് പലർക്കും അതിനൊക്കെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. അവരുടെ യുവത്വം ആരൊക്കെയോ തുച്ഛീകരിച്ചു. ആരും നിൻ്റെ യൗവനം തുച്ഛീകരിക്കരുതെന്ന് പരിശുദ്ധനായ പൗലോസ്ലീഹ 1 തീമോഥെയോസ് 4:12 പറയുന്നുണ്ട്. നിൻ്റെ യൗവനം തുച്ഛീകരിക്കാൻ ആരെയും നീ അനുവദിക്കരുത്. പിന്നീട് ഓർത്ത് ദുഃഖിക്കേണ്ട വരരുത്. കാരണം അല്ലയോ പ്രിയപ്പെട്ട സഹോദര സഹോദരി, പിന്നീട് അത് ദുഃഖമായിട്ട് മാറും. യൗവനത്തിലെ പാപങ്ങളെക്കുറിച്ചോർത്ത്, ലംഘനങ്ങളെക്കുറിച്ചോർത്ത് ഞാൻ ഒത്തിരി കരയുന്നുണ്ട്. ഞാൻ അന്ന് ചെയ്തത് ശരിയായില്ല എന്നൊരു മുതിർന്ന വ്യക്തി പറയുമ്പോൾ, ഒരു ഗുരുവര്യൻ പറയുമ്പോൾ, ഒരു ആത്മീയ പിതാവ് പറയുമ്പോൾ, ഞാനും പ്രായമാകട്ടെ, അന്ന് ഞാനും പറയാമെന്ന് ചിന്തിക്കരുത്. അന്ന് വാർദ്ധക്യത്തിലാകാനുള്ള കഴിവോ പ്രാപ്തിയോ ശേഷിയോ എനിക്കോ നിങ്ങൾക്കോ ശേഷിച്ചിട്ടുണ്ടാകുകയില്ല. ഏതെങ്കിലുമൊക്കെ സമയത്ത് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയാൽ അത്ര രക്ഷപ്പെട്ടു വരുവാനുള്ള ഒരു സാഹചര്യം എനിക്കോ നിങ്ങൾക്കോ കിട്ടത്തില്ല. അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒരുപാട് മാറണം. എല്ലാ യുവാക്കളെക്കുറിച്ചും യുവതികളെക്കുറിച്ചും സമൂഹത്തിനുള്ള ഒരു ദർശനമുണ്ട്, സമൂഹത്തിനുള്ളൊരു കഴിവുണ്ട്. യൗവനത്തിൻ്റെ മോഹങ്ങളെയും പല സ്വാധീനങ്ങളെയും അതിജീവിക്കുവാൻ തക്കവണ്ണം ബദൽ മാർഗങ്ങൾ കണ്ടെത്തണം. നല്ല പ്രാർത്ഥനകൾ, ഹെസിക്കാസം പോലെയുള്ള പ്രയറുകൾ എന്ന് വെച്ചാൽ മനഃശുദ്ധിക്കുള്ള ധ്യാനാത്മകമായ കൊച്ചു പ്രാർത്ഥനകൾ. അതോടൊപ്പം തന്നെ നൊമ്പരങ്ങൾ അനുഭവിക്കുന്നവരുടെ ജീവിതാനുഭവങ്ങളിലൂടെയുള്ള യാത്രകൾ, പഠന മേഖലയിലുള്ള സമർപ്പണം, കലാസാഹിത്യ മേഖലയിലുള്ള പ്രവർത്തനങ്ങൾ, ദൈവസന്നിധിയിലുള്ള വലിയ സമർപ്പണം, വിശുദ്ധിയിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഉതകുന്ന ഗ്രന്ഥങ്ങൾ, അനുഭവങ്ങൾ വായിക്കുക. ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ ഒരു പരിധിവരെ പലതിൽ നിന്നും മാറിപ്പോകാനിടയാകും. ഒരു യുവാവും യുവതിയും എപ്പോഴും ഓർക്കേണ്ട ഒരു വലിയൊരു അനുഭവമാണ് നീതിമാനായ ജോസഫിൻ്റെ അനുഭവം. ജോസഫ് പോത്തിഫറിൻ്റെ ഭാര്യയുടെ സ്വാധീനത്തെ ഉപേക്ഷിച്ചോടിപ്പോയി. അവനോടൊപ്പം ശയിക്കുവാൻ തക്കവണ്ണം നിർബന്ധിച്ച ആ സ്ത്രീയുടെ സ്വാധീനത്തെ ബലപ്രയോഗം കൊണ്ട് അതിജീവിച്ചോടിപ്പോയപ്പോൾ അവൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു അംശം അവളുടെ കയ്യിൽ കിട്ടി. അത് കാണിച്ച് അവളുടെ ഭർത്താവിനെ അവൾ തെറ്റിദ്ധരിപ്പിച്ചു, തടവറയിലിട്ടു. പക്ഷേ അവൻ അവരുടെയും കൂടെ നേതാവായി മിസ്രൈമിൻ്റെ പ്രധാനമന്ത്രിയാക്കി പിൽക്കാലത്ത് മാറ്റപ്പെടുകയാണ്. മിസ്രൈമിൽ ചെന്ന് മന്ത്രിയായ അടിമജനത്തിൻ്റെ ചരിത്രമാണ് ജോസഫ് തുറന്നു കാണിച്ചത്. വിശുദ്ധിക്കൊരു വലിയൊരു ഘടകമുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളെ, യുവതികളെ, നിങ്ങളോട് പലതും ഓർപ്പിക്കാനുണ്ട്. നിങ്ങൾ പ്രൊഫഷണൽ ജോലികളൊക്കെ ചെയ്യുന്നവരാണ്, ടെക്കികളായിട്ടുള്ളവരുണ്ട്. ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ, എനിക്ക് പരിചയമുള്ള പല യുവാക്കളുമുണ്ട്, പല കുഞ്ഞുങ്ങളുണ്ട്. ചിലപ്പോൾ അല്പമൊക്കെ മദ്യം കഴിക്കാതിരിക്കാൻ തക്കവണ്ണം പറ്റാത്ത സാഹചര്യങ്ങൾ വരും. വലിയ ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ നിർബന്ധിക്കും, ബോസുമാർ നിർബന്ധിക്കും, സ്നേഹിതർ നിർബന്ധിക്കും. ചിലർ വിളിച്ചിട്ടുണ്ട് ആ സമയത്ത് പോലും, അച്ഛാ ഞാൻ എന്തു ചെയ്യണം, വളരെ നിർബന്ധമാണ്, ഇതുവരെയും കുടിച്ചിട്ടില്ല, എല്ലാവരും അങ്ങ് നിർബന്ധിക്കും. അങ്ങനെയുള്ള ചില സാഹചര്യങ്ങളൊക്കെ വന്നു ചേരാം. ചിലരോട് ഉപദേശിച്ചിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ വിഷമിക്കേണ്ട, ഒരു ക്ഷീണമോ വല്ല നടിക്ക്, ഒരു ചുമയോ വല്ല നടിക്ക്, വല്ലായ്മ വല്ല നടിക്ക്. നിനക്ക് നഷ്ടപ്പെടുന്നത് ഒരു വിരുന്നിൻ്റെ സ്വാധീനമാണ്. പക്ഷേ നിനക്ക് കിട്ടുവാനുള്ളത് വീഞ്ഞോ മദ്യമോ കുടിക്കാതിരിക്കുന്ന നിൻ്റെ ഒരു നാസീറിയൻ വ്രതമാണ്. ആ വ്രതം നീ പാലിക്കണം. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്യണം. ദൈവം നിങ്ങൾക്ക് ബുദ്ധി തരും. ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം പ്രവർത്തിക്കുമ്പോൾ പല കാര്യങ്ങൾ നമ്മൾ ഇടപെടാറുണ്ട്. ഓരോ സമയത്തും പ്രവർത്തിക്കുവാൻ ആവശ്യമായ ബുദ്ധി ആ സമയത്ത് ദൈവം തരും. ആ മനുഷ്യബുദ്ധിയേക്കാൾ ഉപരി ആ ഡിവൈൻ വിസ്ഡം, ദൈവിക പരിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് പലതിനെയും അതിജീവിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ആ ഒരു
കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പോയാൽ പലതിനെയും നമ്മൾക്ക് ഓവർകം ചെയ്യാം. അതുതന്നെ ഈ വാക്യം വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളെയും എൻ്റെ ലംഘനങ്ങളെയും ഓർക്കരുതേ. എത്ര പിന്നിട്ടാലും മറക്കാൻ പറ്റത്തില്ല പ്രിയമുള്ളവരെ. സങ്കീർത്തനക്കാരൻ അത്രമാത്രം പറയുന്നുവെങ്കിൽ അതാ ഒരു വൃദ്ധ മനസ്സ്, ഒരു പ്രാർത്ഥനാ മനസ്സ്, കണ്ണുനീരോടെ പറയുക, ദൈവമേ ഇത് ഓർക്കരുതേ. എത്ര കണ്ണുനീരോടെ പറയുന്നു. ആ കണ്ണുനീരിൻ്റെ തീവ്രത മനസ്സിലാക്കി നന്മയിലും വിശുദ്ധിയിലും വളരുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. എല്ലാ യുവാക്കളെയും യുവതികളെയും ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 25-ാം സങ്കീർത്തനം 6-7 വാക്യങ്ങൾ ഈ ധ്യാനചിന്ത നമ്മിൽ ഉറപ്പിക്കുവാൻ ഹേതുവാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം തൻ്റെ വലങ്കരം നീട്ടി നിങ്ങളെല്ലാവരെയും സദാകാലവും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.